ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ അയച്ചു തന്നിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാം. ഇതെൻ്റെ ഇക്കയുടെ ഭാര്യയുടെ കഥയാണ്. എങ്കിലും അതിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടും. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്താം. എൻ്റെ വാപ്പ മൊയ്തീൻ ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന അറബി മാഷാണ്. ഇപ്പോൾ റിട്ടയർഡായി കുറച്ച് വർഷമായി. എൻ്റെ ഉമ്മ മൈമൂന ഒരു പച്ചപ്പാവം നാട്ടിൻപുറത്തുകാരി. ഇവരുടെ മൂത്ത മകൻ, അതായത് എൻ്റെ ഇക്ക ആഷി എന്ന് വിളിക്കുന്ന ആഷിക്ക്, 37 വയസ്സ്, ഹൈക്കോർട്ട് ലോയറാണ്. അതിന് താഴെ എൻ്റെ ഇത്ത അമീറ, 33 വയസ്സ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവ് എൻ്റെ ആകെയുള്ള ഒരളിയൻ ഫിറോസ്, മൂപ്പര് ഗൾഫിലാണ്. പിന്നെ ഇത്താത്തക്ക് 2 കുട്ടികളുണ്ട്, എൻ്റെ അമ്മൂസും അപ്പൂസും. അമ്മൂസ് 10ലാണ് പഠിക്കുന്നത്, പിന്നെ അപ്പൂസ്, അവൻ 2ൽ. പിന്നെ ആസാദിക്ക, മൂപ്പര് 28 വയസ്സ്, പോലീസാണ്. ഭാര്യ സുറുമി ഭാബി, 23 വയസ്സ്, അവർക്ക് കുട്ടികളായിട്ടില്ല. ഇനി ഞാൻ, എൻ്റെ പേര് അജ്മൽ, എനിക്ക് 19 വയസ്സ്, ഡിഗ്രി ആയിട്ടുള്ളൂ. എന്നെക്കുറിച്ച് പറയാനെ നല്ല വെളുത്തു തൊടുത്ത് ചുവന്ന് ജിം ബോഡിയൊക്കെയായി. എന്തിനു കുറയ്ക്കണം, പഴയ ഋത്വിക് റോഷനെ പോലെ. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഹൈറ്റും. അല്ല പിന്നെ എൻ്റെ പൊന്നു ചങ്ങായിമാരെ, എന്നെ കാണാൻ കറുത്തിട്ടല്ല, ഒരു ഇരുനിറം. പിന്നെ അത്യാവശ്യം വയറുണ്ട്, ആവറേജ് പൊക്കവും. പിന്നെ ഒരു പെണ്ണിന് വേണ്ട അത്യാവശ്യം നോർമൽ സാധനമൊന്നുമല്ല. അതാണ് ഈ അജു. അപ്പോൾ ഇനി കഥയിലേക്ക്. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ഇക്കാനെ പെണ്ണ് കെട്ടിക്കണമെന്നുള്ളത്. ഇക്കയുടെ 25 വയസ്സിൽ തുടങ്ങിയതാ. വെയിറ്റ് ചെയ്ത് അവസാനം ആസാദിക്ക ഇക്കാനെ ഓവർടേക്ക് ചെയ്ത് കെട്ടി. സുറുമി ബാബീനെ ഇപ്പോൾ 2 കൊല്ലമായി. എന്നാലെങ്കിലും പുള്ളിക്ക് കെട്ടണമെന്ന ചിന്ത വരും എന്ന് വിചാരിച്ച വാപ്പയും ഉമ്മയും ഞങ്ങളെല്ലാം മണ്ടന്മാരായി. പുള്ളിക്കൊരു കുഴപ്പവുമില്ല. പുള്ളിനെ കെട്ടിക്കാൻ വേണ്ടി സുമി ദീദി, ഇടയ്ക്ക് ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്, ആസാദിക്കുകയും കാട്ടണ റൊമാൻസ് കണ്ട് എനിക്കാണ് ഹാലിളകണത്. അവസാനം അത് മനസ്സിലായ അവർ ആ ഷോ അങ്ങ് നിർത്തി. പാവം ഞാൻ. ഇനി എൻ്റെ ആമയത്തെ പറയുകയാണെ, അവരാണ് ശരിക്കും എൻ്റെ ഉമ്മ. എന്നെ പ്രസവിച്ചത് എൻ്റെ ഉമ്മ ആണെങ്കിലും എന്നെ വളർത്തിയത് ഇത്താത്തയാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ആണ് ഇത്താത്ത കെട്ടിയത്. എന്നാൽ എന്നെ പിരിയാനുള്ള വിഷമം കൊണ്ട് എനിക്ക് 14 വയസ്സ് വരെ എൻ്റെ എല്ലാം നോക്കിയത് എൻ്റെ ഇത്തയാണ്. അതായത് സുമി ദീദി വരുന്ന സമയത്താണ് ഇത്താത്ത അളിയനുമൊത്ത് ഗൾഫിലേക്ക് പോയത്. ഇപ്പോൾ അവിടെയാണ്. എന്നാലും എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. പിന്നെ എൻ്റെ ഇക്കമാർ 2 ആളെ എനിക്ക് പേടിയാണ്. 2 പേരും വാപ്പാനെ പോലെ നല്ല പൊക്കവും ശരീരവും ഒക്കെയാണ്. എന്നോട് വലിയ കാര്യമാണ് 2 ആൾക്കും, പുറത്ത് കാണിക്കില്ല. സുമി ദീദിയും കമ്പനിയൊക്കെയാണ്. എന്നാലും എൻ്റെ ഉടായിപ്പെല്ലാം കണ്ടുപിടിക്കും. എനിക്ക് ഇത്തിരി സിഗരറ്റ് വലിക്കുന്ന പരിപാടിയുണ്ട്. അത് കൈയോടെ പൊക്കിയത് ഈ ഭദ്രകാളിയാണ്. ഞങ്ങൾ തല്ലുകൂടാറുണ്ട്, എന്നാലും അതപ്പോൾ തന്നെ തീരും. നിങ്ങൾ വിചാരിക്കും ഇതാണ് കഥയിലെ നായികയെന്ന്. അല്ല, അത് ട്വിസ്റ്റാണ്. ആള് വഴിയേ വന്നോളും. അപ്പോൾ ഇനി വീട്ടിൽ ഒരു ഞായറാഴ്ച കിടന്നുറങ്ങുന്ന ഞാൻ, ഡാ ശൈത്താനേ എണീക്കാൻ, കിടന്ന് കാർന്നത് കണ്ടപ്പോൾ തന്നെ ആളെ പിടികിട്ടി. ഞാൻ പുതപ്പ് തലയ്ക്ക് മുകളിലൂടെ പുതച്ച് കമിഴ്ന്നു കിടന്ന് കൂർക്കം വിട്ടു. എടാ, നിന്റെ അഭിനയം ഇന്ന് ശരിയാക്കി തരാം. നിന്നെ ഞാനിന്ന്. പുറം പൊളിയണ ഒരടി കിട്ടിയപ്പോൾ ആണ് ഞാൻ ഞെട്ടി എണീക്കുന്നത്. എന്താണ് ദീദി, ഞായറാഴ്ച ആയാലും എന്നെ വെറുതെ വിടൂല്ലേ? എന്തിനാ ഇങ്ങനെ ഭദ്രകാളി തുള്ളി നിൽക്കണേ? മനുഷ്യൻ്റെ കുണ്ടി പൊളിഞ്ഞു പോയി. എന്നെ നോക്കി കലിപ്പിട്ടുകൊണ്ട് ദീദി പറഞ്ഞു, കണക്കായിപ്പോയി, ഇത് ചെറുത്. നിന്റെ ഇക്കാമാർ വിളിക്കണുണ്ട്,
ബാക്കിയുള്ളത് അവരുടെ അടുത്ത് നിന്ന് മേടിച്ചു. അയ്യോ, എൻ്റെ സുന്ദരി ദീദിയല്ലേ, പൈസയും ആ വണ്ടിയുടെ താക്കോലും താ. വേറെ ഒന്നുമില്ല, ഞായറാഴ്ച വീട്ടിൽ മസ്റ്റാണ് ബീഫ്. അവിടെ എങ്ങാനും തീർന്ന എൻ്റെ മയ്യത്തെടുക്കാൻ 2 എണ്ണവും. ദീദി എന്നെ നോക്കി പറഞ്ഞു. അവൻ്റെ ഒരു സോപ്പ്, ഇന്നാടാ പെട്രോൾ അടിക്കണേ. ഞാൻ പുച്ഛഭാവത്തിൽ ദീദിയെ നോക്കി. എന്നെ കൊന്നു കളഞ്ഞൂടെ? പറ്റൂലല്ലേ? അത് പറഞ്ഞപ്പോൾ ദീദി ഒരു ചിരി. അവൻ്റെ ഒരു ഡയലോഗ്. ചിത്രം ഞാനും കണ്ടതാ, പക്ഷേ എവിടെയോ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഡയലോഗൊന്ന് മാറ്റിയതാ. സുറുമി, വേഗം ചെല്ലാൻ നോക്കടാ ചക്ക. 2 കിലോ വാങ്ങിച്ചോ, 100 രൂപ പെട്രോൾ അടിച്ചോ. ബാക്കി ഇങ്ങ് കൊണ്ടുവന്നേക്കണം, അല്ലെങ്കിൽ നിന്റെ ചെവി പൊന്നാക്കും ഞാൻ. അയ്യോടാ, തന്നാലും എനിക്ക് വേണ്ട. നല്ല അറുക്കീസിൻ്റെ കയ്യിൽ നിന്നല്ലേ നമ്മളില്ലേ. സുറുമി, കീ ഇങ്ങ് തന്നെ, നീ നടന്നു പോയാൽ മതി. ഞാൻ ദീദീനെ നോക്കി. ഒരു തമാശ പറയാനും സമ്മതിക്കൂല എന്നും പറഞ്ഞ് ഞാൻ ഓടി. പുറകേന്ന് ദീദിയുടെ വിളി വന്നു, പല്ല് തേച്ചിട്ടെങ്കിലും പോടാ. ഞാൻ അങ്ങനെ ആ പരിപാടി അങ്ങ് വരുത്തി വേഗം വിട്ടു. ഇറച്ചിക്കട എത്തുന്നവരെ ടെൻഷനായിരുന്നു. വിളിക്കാത്ത ദൈവങ്ങളേ ഇല്ല. പരാതി ഇല്ലാണ്ടിരിക്കാൻ 3 പേരെയും വിളിച്ചു. ഭാഗ്യം, സാധനം കിട്ടി. വേഗം വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ദേ ഇരിക്കണു ചാരുകസേരയിൽ വാപ്പ. എവിടെ പോയതാ നീ? എൻ്റെ പൊന്നോ, കണ്ടില്ലേ, ഇറച്ചി വാങ്ങാൻ പോയതാ. അതും കൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. വാപ്പ എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. നേരെ ചെന്ന് ചാടിയത് ആ കാട്ടാൾമാരുടെ മുമ്പിൽ. പണ്ടാരം, ഇവന്മാർക്കു പണിക്ക് പൊക്കൂടെ മനുഷ്യനെ മെനക്കെടുത്താൻ. ആസാദ്, എന്താടാ പിറുപിറുക്കുന്നേ? അജു, ഒന്നുമില്ലിക്ക. ആസാദ്, നിനക്ക് രാവിലെ എണീറ്റ് ഞങ്ങളുടെ കൂടെ ഓടാൻ വന്നാൽ എന്താ? ഉറങ്ങിപ്പോയിക്ക. അവൻ്റെ ഉറക്കം, അല്ലെങ്കിൽ നീ ശരിയാണല്ലോ. ദേ വന്നിങ്ങ്, ഇക്ക ശരിയാക്കിക്കോളും. അകത്ത് നിന്ന് ആശയിക്ക ഇറങ്ങി വന്നു, എന്നെ നോക്കി പീഡിപ്പിക്കുന്ന പോലെ. നിന്നോട് രാവിലെ എണീക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലേ അജു? നിന്നെ കാരണം നാണം കെട്ട് മതിയായി. പൊന്നനിയൻ്റെ +2 മാർക്ക് ലിസ്റ്റ് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഇക്ക അത് പറഞ്ഞപ്പോൾ സുമി ദീദിയും ആസാദിക്കയും ചിരി പൊട്ടി. ആശയിക്ക തുടർന്ന്, 45% മാർക്ക്. എൻ്റെ തൊലി ഉരിഞ്ഞുപോയി. അവസാനം മജീദിക്കയുടെ കാല് പിടിച്ചിട്ടാ അവിടെ ഒരു ചാൻസ് റെഡിയാക്കിയത്. ഇനി അവിടെ ഇതുപോലെ ഉഴപ്പാനാണ് ഉദ്ദേശമെങ്കിൽ പൊന്നു മോനെ അജു, നീ പിന്നെ ഇവിടെ നിൽക്കണ്ട. ഞാനത് കേട്ട് തല താഴ്ത്തിയാണ് കിറ്റ് കൊണ്ട് അടുക്കളയിൽ പോയത്. സുമി ദീദി എന്നെ നോക്കി ചിരിച്ചു. അവിടെ ദോശ ചുടുന്ന ഉമ്മാനെ പോയി കെട്ടിപ്പിടിച്ചു. അല്ലാ, ആരാ ഇത്? ഉമ്മയുടെ മുത്തെണീറ്റോ? എന്താ ഇത്, കരയാണോ? ഞാൻ മുഖം എടുത്തുകൊണ്ട്, ഞാൻ പോണുമ്മ ഇവിടുന്ന്, എവിടെയെങ്കിലും. ആർക്കും എന്നെ ഇഷ്ടമല്ല. ഇക്കമാർ എപ്പോൾ കണ്ടാലും ഇതാണ് അവസ്ഥ. എന്നെ ആർക്കും വേണ്ട. അപ്പോഴേക്കും അങ്ങോട്ട് സുമി ദീദി കയറി വന്നു. ആ ശരിയാ ഉമ്മ, നിങ്ങൾ ആ സ്വീറ്റ്സ് എനിക്ക് തന്നേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്. അവർ കൊണ്ടുവന്നതല്ലേ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം വിടർന്നു. അത് ഞാൻ തിന്നോളാം. സുറുമി, അങ്ങനെ ഇപ്പോൾ തിന്നണ്ട. അവർക്ക് നിന്നെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇതെനിക്ക് കൊണ്ടുവന്നതാ അല്ലേ ഉമ്മ? ദീദി ഉമ്മായെ നോക്കി ചിരിച്ചു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായ ബാക്കി പൈസ ദീദിയുടെ കയ്യിൽ കൊടുത്ത് മുഖം മാറ്റി പോകാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ദീദിയുടെ മിനുസമുള്ള കയ്യിൽ എൻ്റെ കൈ ഉരഞ്ഞു. പക്ഷേ അധികം ബലം കൊടുത്തിരുന്നില്ല. അപ്പോൾ തന്നെ കൈ പിടിക്കാൻ നോക്കി. ഡിമാൻഡ് ഇടണമല്ലോ. ദീദി ഒന്നും കൂടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ കുഞ്ഞു,
എനിക്കിങ്ങനെ തല്ലുപിടിക്കാനും സ്നേഹിക്കാനും ആകെ നിന്നോട് മാത്രമല്ലേ പറ്റൂ. നീ എൻ്റെ അനിയനായതുകൊണ്ടല്ലേടാ. ഞാൻ എപ്പോഴെങ്കിലും പൈസ തന്നിട്ട് നിൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? സോറി ദീദി. പോട്ടെ, അത് എനക്ക് തന്നെ ഉള്ളതാ. പോയി പല്ല് തേക്ക്, എന്നിട്ട് കഴിച്ചോ. പിന്നെ അവർക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അത് നിനക്ക് മനസ്സിലാകാണ്ട. ഓ ശരി, പല്ലൊക്കെ ഞാൻ നേരത്തെ തേച്ചു. സുറുമി. പടച്ചോനറിയാം. ഞാൻ മെല്ലെ ഹാളിലിരുന്ന് ചായ കുടിക്കാൻ നേരം പറഞ്ഞു. ആഷിക്ക്, ഉമ്മ ആ കിറ്റിങ് എടുത്ത് എൻ്റെ റൂമിൽ നിന്ന്. ഞാൻ എണീക്കാൻ നേരം എൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തി. ഉമ്മ കിറ്റ് തുറന്നപ്പോൾ ശരിക്കും ഞെട്ടി ഞാൻ. അതിൽ ഐഫോൺ ലേറ്റസ്റ്റ് മോഡൽ ഫോൺ. ഇതിക്ക എൻ്റെ നേരെ നീട്ടി. ഇതല്ലേ ഈ കൊതിച്ച സാധനം, ഇനി ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉഴപ്പണ്ട. അത് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്തു ഇക്കാനെ. ഇക്കയും ഉമ്മയും എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ഫോണുമായി നേരെ റൂമിലേക്ക് പോയി പുതിയ ഫോണിലേക്ക് സിമ്മിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ പുറകെ നിന്നൊരു സൗണ്ട്. എടാ, പുതിയ ഫോൺ കിട്ടിയപ്പോൾ എന്നെയൊക്കെ മറന്നുല്ലേ? നോക്കുമ്പോൾ എലിക്ക് കൈ കൊടുത്ത് ഒരു പ്രത്യേക ലുക്കിൽ നിൽക്കുവാണ് ദീദി. അജു, ഇങ്ങളെ മറക്കോ? വാ സെൽഫി എടുക്കാം. അവൾ അവനുമായി തലങ്ങും വിലങ്ങും ഫോട്ടോസ് എടുത്തു. അവനോട് ചേർന്ന് നിന്നാണ് എടുത്തത്. അവൻ അത് തന്നെ മതി ഇന്നത്തേക്ക്. അവൾ അവൻ്റെ ഷോൾഡറിൽ കൈവച്ച് കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. അവൾക്ക് അവൻ അനിയനായോണ്ട് രണ്ടാൾക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ ചെയ്തത് ചെറുപ്പത്തിൽ തന്നെ വളർത്തിയ ആമയിത്താക്ക് വാട്സാപ്പിൽ ഒരു ഹായ് കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഇത്താത്ത അതിൽ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ ഒരു അനുഭവം അവൻ ആദ്യമാണ്. ഇതുവരെ അവൻ്റെ കയ്യിലുണ്ടായത് ഒരു ചെറിയ ഫോണാണ്. അതിൽ സാധാരണ ഗെയിംസ് എല്ലാം കളിച്ചിരിക്കലാണ് മൂപ്പരുടെ പതിവ്. ഇപ്പോൾ ആദ്യമായാണ് കോൾ എടുത്തപ്പോൾ അങ്ങേ തലയ്ക്കൽ അവൻ്റെ ഇത്താത്തയെ കണ്ടു. അവൻ്റെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട്. ആമി, അയ്യേ, ഇത്താത്താടെ അജിക്കുട്ടൻ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ടാണിത്താ. എൻ്റെ കുട്ടി വലുതായല്ലോ, ചെറിയ പൊടിമീശയൊക്കെ ആയി. അതെന്താടാ, മുട്ടനാടിൻ്റെ താടിയോ? അവൾ അത് പറഞ്ഞ് ചിരിച്ചു. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് സങ്കടം ഇരച്ചു കയറുന്ന പോലെ തോന്നി. അയ്യോ അജുക്കുട്ട, ഇത്താത്ത ഒരു തമാശ പറഞ്ഞതല്ലേ, പിണങ്ങല്ലേ? ഇത്താത്തയും തടിച്ചല്ലോ. ആണോ? അതിവിടുത്തെ ഫുഡിൻ്റെ അല്ലേ? എപ്പോഴാ വരുന്നേ? എനിക്ക് കൊതിയാകുന്നു എല്ലാവരെയും കാണാൻ. എനിക്കും എൻ്റെ അജുക്കുട്ടനെ കാണാൻ കൊതിയാകുന്നുണ്ട്. വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താ ഇത്താ? അതങ്ങനെ പറയാൻ പാടില്ല, വരുമ്പോൾ കണ്ടോ. പിന്നെ എന്താ എൻ്റെ മോനൂന് കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, എൻ്റെ ഇത്താത്താനെ കണ്ടാൽ മതി. അത് തന്നെയാടാ ഞാനും പറഞ്ഞേ. 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്, പോരെ? സത്യമാണോ? അതേടാ മോനു. പിന്നെ ആരെ അറിയിക്കണ്ട കേട്ടോ ഇപ്പോൾ. ഇല്ല ഇത്താത്ത. ആ ഫോൺ വിളി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം അവൻ പുതിയ കോളേജിലേക്ക് പുറപ്പെട്ടു. അവൻ്റെ കോളേജും ക്ലാസ് മുറിയും എല്ലാം അവൻ ഇഷ്ടമായി. അവൻ്റെ കൂടെ പഠിച്ച ആരും തന്നെ ഇല്ല. എല്ലാവരും പുതിയ കുട്ടികൾ. പെണ്ണുങ്ങളെല്ലാം മോഡേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട്, തൻ്റെ സെയിം ഏജുള്ള ആൺകുട്ടികളെല്ലാം നല്ല സൈസ്, 6 പാക്ക് ബോഡിയും കട്ട താടിയും. താൻ മാത്രം അത്ര ലുക്കില്ല. അവൻ്റെ പോലെയുള്ള 2-3 ജാടയില്ലാത്ത കൂട്ടുകാരുമായി അവൻ കമ്പനിയായി. പിന്നെ അവനെ പഠിപ്പിക്കുന്ന 4 സാറും 2 ടീച്ചറും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അക്കൗണ്ടൻസി എടുക്കുന്ന ടീച്ചർ മാറി പുതിയ ടീച്ചർ വന്നു. ഇന്ന് ഞങ്ങൾക്ക് പുതിയ ടീച്ചർ വരും. എല്ലാവരും നോക്കിയിരിക്കുവാണ് ടീച്ചറെ. അതിനിടയിൽ പുതിയ ടീച്ചറെ കുറിച്ച് കമൻസ് ഒക്കെ വീണു.
നല്ല സുന്ദരിയാ, അടിപൊളിയാണ് കാണാൻ എന്നൊക്കെ. ഞാനത് മൈൻഡാക്കിയില്ല. എന്തായാലും വരും, അപ്പോൾ കാണാം. എത്ര വലിയ ചരക്കും സുന്ദരിയായാലും ഏതായാലും എനിക്ക് ഗുണമുണ്ടാവില്ല. എന്നെ നോക്കുക പോലും ചെയ്യൂല, ഉറപ്പ്. അതിനുദാഹരണം ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ടും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് ചെന്ന് മിണ്ടുമ്പോൾ എന്തോ അന്യഗ്രഹ ജീവിയെ പോലെ അവർ കാണുന്നേ. പറഞ്ഞിട്ടെന്താ? ഇതുപോലത്തെ പളുപളു പോലത്തെ ശരീരം, ഷർട്ടിട്ടിട്ട് മുഴച്ചു നിൽക്കുന്ന കുടവയർ, പിന്നെ കാണാൻ കറുപ്പ്. അത്ര കറുപ്പല്ല, ഇരുനിറം. ആ പോട്ടെ, നമ്മൾ എന്തിനാ വെറുതെ വായു പൊളിക്കണേ? നമുക്ക് വിധിച്ചത് എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ മെല്ലെ ബെഞ്ചിനടിയിൽ നിലത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നൊരു കിളിനാദം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കണ്ടത് ഒട്ടും ഹീലില്ലാത്ത സാധാ ലേഡീസ് ചെരുപ്പിൽ പൊതിഞ്ഞ പാലിൻ്റെ നിറമുള്ള 2 കാലുകൾ. അതാ കറുത്ത ചെരുപ്പിൽ വെള്ളി കൊലുസുമിട്ട്, എന്നാൽ അതിനെ മറച്ചുകൊണ്ട് ഒരാകാശനീല സാരിയും അതിൻ്റെ ലൈനിങ്ങിനിടയിൽ ലൈറ്റ് കളർ അടിപ്പാവാടയും. മുകളിലേക്ക് വരുംതോറും നല്ല ഉരുണ്ട പോലത്തെ കാല് ആണെന്ന് തോന്നുന്നു. നല്ല ഷേപ്പ്, ഒത്ത ശരീരം, എല്ലാം ആവശ്യത്തിന്. പോരാത്തതിന് നല്ല വെളുത്തു തുടുത്ത് ഐശ്വര്യം തുളുമ്പുന്ന വട്ടമുഖവും ചെറിയ കുഞ്ഞു പൊട്ടും കുത്തിയിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇടാതെ തന്നെ നല്ല ഓറഞ്ച് അല്ലി പോലത്തെ ചുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടായി. നേരെ നോക്കിയതും എന്നെ നോക്കി ഒരു ചിരിയും. ആദ്യമായാണ് എൻ്റെ വീട്ടിൽ നിന്നല്ലാതെ ഒരു പെണ്ണ് എന്നെ നോക്കി ചിരിക്കുന്നത്. ഞാൻ ലേശം ചമ്മിയ പോലെ ആയി. കാരണം അവരെ നോക്കിയത് കണ്ടിട്ടുണ്ടാകുമല്ലോ. പിന്നെ പതിയെ ടീച്ചർ എല്ലാവരെയും പരിചയപ്പെട്ടു. കൂട്ടത്തിൽ ടീച്ചർ അവരുടെ പേരും പറഞ്ഞു. ദേവിക. ശരിക്കും ദേവി തന്നെ, ഒരു രക്ഷയുമില്ല. കല്യാണം കഴിഞ്ഞതാണോ ആവോ? എന്തായാലും കൊള്ളാം. അതുപോലെ ഒരെണ്ണത്തിന് എങ്ങാനും കെട്ടണം. ആഹാ, അന്തസ്. അല്ലോ, ഞാൻ മറന്നു. വേണ്ട, എൻ്റെ ടീച്ചറല്ലേ. അങ്ങനെ ക്ലാസ്സൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനമായി. നമ്മൾ പഠിപ്പിയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് ഫേമസ് ആയി. പക്ഷെ എന്തോ ഇവരുടെ ക്ലാസ്സിലിരിക്കാൻ ഒരു പ്രത്യേക ആകർഷണം പോലെ. നമുക്ക് താല്പര്യമുള്ളവരുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. പോരാത്തതിന് പുള്ളിക്കാരിക്ക് എന്നോട് ഒരു പ്രത്യേക കെയറിങ്ങും. എല്ലാം കൂടി ആയപ്പോൾ അറിയാണ്ട് തന്നെ പടച്ചോനെ വിളിച്ചു പോയി. പടച്ചോനെ, അവർ കെട്ടിയിട്ടില്ലേ, എനിക്ക് തന്നെ കെട്ടിച്ചു തരണേ. അങ്ങനെ ക്ലാസ്സൊക്കെ ഭംഗിയായി നടന്നു. ദേവ് ടീച്ചർ എന്നെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കുമായിരുന്നു. പോരാത്തതിന് എന്നെ അജു എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഫ്ലാറ്റ്. അതിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്ക് ഇത്തിരി അസൂയ ഉണ്ടായിരുന്നു. ടീച്ചർ എന്നോട് വലിയ കാര്യമായല്ലോ. ചിലവന്മാർ പറയുന്നത് കേൾക്കാം. ആ കോന്തൻ നാറിക്ക് ആ ചരക്ക് വീണെന്ന് തോന്നുന്നു. കോളേജ് വിട്ടു പോകുമ്പോൾ 2 ആളും വർത്താനം പറഞ്ഞാ പോകുന്നേ. ആ നാറിയുടെ ഒരു യോഗം. അത് പറഞ്ഞപ്പോൾ ശരിക്കും ഞാനൊന്ന് പൊങ്ങി. ഞാൻ ഈ വിവരങ്ങളെല്ലാം എൻ്റെ ചങ്കായ സുമി ദീദിയോടും ആമയെത്താനോടും പറയാറുണ്ടായി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാനും ഫ്രണ്ട്സും പോവുകയാണ്. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നും ഒരു വിളി, അജു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവ ടീച്ചറാണ്. ആ കുണുങ്ങി എന്നാൽ ഇത്തിരി വേഗത്തിൽ നടക്കുമ്പോൾ ടീച്ചർ മുഴുവനായി ഒന്ന് കുലുങ്ങി നടക്കും പോലെ. ആവോ, എന്തായാലും കിട്ടൂല, നോക്കെങ്കിലും ചെയ്യാലോ. ദേവു, എന്താ നീ മിണ്ടാണ്ട് പോയേ? അജു, ടീച്ചർ, അത് പിള്ളേര് നമ്മൾ നടന്നു പോകുമ്പോൾ വേണ്ടാത്ത കമൻസൊക്കെ പറയുന്നു. വെറുതെ എന്തിനാ ടീച്ചർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നേ? ദേവു ഒന്ന് നോക്കിക്കൊണ്ട്, പറയുന്ന കോന്തന്മാർ അവിടെ കിടന്ന് പറയട്ടെ. എനിക്ക് നീ എൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ നിന്നെ എൻ്റെ സ്വന്തം അനിയൻകുട്ടനായാണ് കണ്ടേക്കുന്നേ.
മനസ്സിലായോ? ഞാൻ അതിന് തല കുലുക്കി. ഞങ്ങൾ വീണ്ടും മുട്ടിയുരുമി ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെട്ടു. ദേവുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ആ ശരീരത്തിൻ്റെയും മുടിയിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക മണം ദേവുവിനെ അവിടെ വെച്ച് തന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നി. എന്തു ചെയ്യും? ദേവു, എന്താ നീ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ദേവു അത് കേട്ട് ചിരിച്ചുകൊണ്ട്. നാളെ വരുമ്പോൾ ആ പ്രോബ്ലം ചെയ്തില്ലേ, ഈ ചിരിയെല്ലാം ഞാൻ നിർത്തും കേട്ടാ. പിന്നെ എനിക്കറിഞ്ഞൂടെ ടീച്ചർ എന്നെ തല്ലൂല എന്ന്. ദേവു, ആള് കൊള്ളാലോ. എന്നാ പൊന്നു മോൻ, നാളെ വാ, അതെങ്ങാനും ചെയ്യാണ്ട്, അപ്പോൾ അറിയാട്ടോ. മെല്ലെ എൻ്റെ തലയ്ക്കൊന്ന് കിഴുക്കി വാത്സല്യപൂർവ്വമാണ് പറഞ്ഞത്. അപ്പോഴേക്കും അങ്ങോട്ട് CMS ക്വീൻ വന്നു. പറക്കും തളിക പോലത്തെ ബസ്സാണ്. എക്കത്തിനെ കുത്തി നിറച്ചുകൊണ്ടുള്ള വരവാണ്. എന്തു ചെയ്യാം, കേറാണ്ട് വേറെ വഴിയില്ല. തിക്കും തിരക്കും കാരണം ഒരുവിധം അതിൻ്റെ അകത്തേക്ക് കയറി. ടീച്ചറിൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ടീച്ചർ നിരങ്ങി വന്നപ്പോഴേക്കും ടീച്ചറിൻ്റെ അടുത്തു നിന്ന് ഒരു ചേച്ചി എണീറ്റു. ടീച്ചർ അവിടെ ഇരുന്നു. ഞാനാണെങ്കിൽ നിന്നത് ഒരു യമണ്ട് നൈറ്റത്തിൻ്റെ ബാക്കിലും. അതും ടീച്ചറാണ് ആള്. പേര് ലീന, ഇരുനിറം. പക്ഷേ ഐറ്റംസ് എല്ലാം ആവശ്യത്തിൽ കൂടുതൽ. ബ്രേക്ക് ഇട്ടപ്പോൾ ചെറുതായി ഞാൻ അവരുടെ ബാക്കിൽ ചെന്നിടിച്ചു. തിരിഞ്ഞു നോക്കിയ അവർ ഒരു ചിരിയും ചിരിച്ചു. ഒരു രസം തോന്നി. എങ്കിലും പെട്ടെന്ന് ദേവുവിൻ്റെ സീറ്റിലേക്ക് നോക്കുമ്പോൾ ഇത്ര നേരം പാർവതി ദേവിയെപ്പോലെ പ്രസരിച്ചു നിന്ന ദേവു ഇപ്പോൾ ഭദ്രകാളിയെ പോലെയായി. പെട്ടെന്ന് എന്നോട് കൈ കാണിച്ചു വരാൻ പറഞ്ഞു. ഞാൻ ഒരുവിധം ബസ്സിലുണ്ടായ തരുണീമണികളെ മുട്ടി ഉരുമി ദേവുവിൻ്റെ സീറ്റിൻ്റെ മുന്നിലേക്ക് പോയി. ദേവു എൻ്റെ ബാഗ് വാങ്ങി മടിയിൽ വെച്ച് എന്നോട് സീറ്റിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കണ്ടക്ടർ അങ്ങോട്ട് വന്നു. ഡോ, അങ്ങോട്ട് ഒതുങ്ങി നിന്നേ. അപ്പോഴേക്കും ദേവുവിൻ്റെ കൈ എൻ്റെ മുതുകിൽ കൂടി ചേർത്ത് സീറ്റിൻ്റെ കമ്പിയിൽ പിടിപ്പിച്ചു. ദേവുവിൻ്റെ കാലിൽ വന്ന് എൻ്റെ കാല് തട്ടി നിന്നു. ഭാഗ്യത്തിന് എൻ്റെ ബാഗ് ഉള്ളതുകൊണ്ട് അതിൽ ചേർത്ത് നിർത്തി. സ്റ്റോപ്പ് എത്തിയപ്പോൾ ദേവുവിന് ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങി. സ്റ്റോപ്പിൽ നിന്ന് 2 കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക്. വല്ല അറിയണ ചേട്ടായിസ് ഉണ്ടെങ്കിൽ ലിഫ്റ്റ് തരും, അല്ലെങ്കിൽ കാൽനട തന്നെ ശരണം. അപ്പോഴാണ് അവിടെ പച്ചക്കറിക്കടയിൽ ഒരാൾ കുനിഞ്ഞ് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. ആ നിൽപ്പ് കണ്ടാൽ അറിയാം നല്ല പരിചയമുള്ള ആളാണെന്ന്. നോക്കുമ്പോൾ സുറുമി ദീദി. ഞാൻ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. കുനിഞ്ഞു നിന്ന് പച്ചക്കറികൾ എടുക്കുവാണ് ദീദി. ചില ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിലേക്ക് തള്ളി നിൽക്കുന്ന കുടങ്ങളെ കൊതിയോടെ അവിടെയുള്ള വായ്നോക്കികൾ നോക്കുന്നു. ദീദി സാധനങ്ങളെല്ലാം എടുത്ത് തിരിഞ്ഞ് എന്നെ കണ്ടപ്പോൾ, അല്ല സാർ എത്തിയോ, എന്നാ ഈ സാധനങ്ങൾ പിടിക്കുക. അതാ സീറ്റിൻ്റെ ഉള്ളിലെങ്ങാനും വെക്കെൻ്റെ പെണ്ണമ്പിള്ളേ. എടാ ഇത് കുറേ ഉണ്ട്. അജു, എന്നാ ഞാൻ വണ്ടി ഓടിക്കാം, ദീദി ബാക്കിലിരുന്നോ. അയ്യോടാ, ഇയാൾ ബാക്കിലിരുന്നാൽ മതി. വല്ല ചെക്കിങ് വന്നാലേ അവർ നമ്മളെ പൊക്കും. SIയുടെ ഭാര്യയും അനിയനുമാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ബസ്സിൽ വെച്ച് തന്നെ ആശാൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദീദിയുടെ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ കിട്ടുന്ന സ്പർശന സുഖമാണ്. എന്തിനാ വെറുതെ വേണ്ടാന്ന് വെക്കണേ. പോകുന്ന വഴിയിൽ അജു ചോദിച്ചു, ദീദി പുറത്തു പോകുമ്പോൾ ചുരിദാർ തന്നെ ഇട്ടാ പോരെ, എന്തിനാ ഈ പർദ്ദ ഇടുന്നേ? അതിനെന്താടാ? ഒന്നുമില്ല, ഞാൻ നേരത്തെ നോക്കുമ്പോൾ ദീദി സാധനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ വായ്നോക്കികളുടെയും കണ്ണ് ദീദിയുടെ മേത്തായിരുന്നു. അയ്യേ അസത്തുക്കൾ, നീയും നോക്കി നിന്നോടാത്. ദീദി എന്ന് ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ്. ദീദി, എന്ത് ചെയ്യാനാ, ഇതെൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പർദ്ദയാടാ,
ടൈറ്റായി. നിന്റെ ഇക്കാനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? എൻ്റെ ഒരു യോഗം. എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ദീദി അത് പറഞ്ഞപ്പോൾ എനിക്കും സങ്കടമായി. പാവം. അപ്പോഴേക്കും വീടെത്തി. ഞാനും ദീദിയും സാധനങ്ങൾ ഓരോന്നായി അകത്തേക്ക് കയറി. എന്താ പറയുക, കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നാണ്. ദീദി അത് പറഞ്ഞപ്പോൾ ഉള്ള മൂടും പോയി. ഞാനൊരു കാര്യം തീരുമാനിച്ചു. നേരെ പോയി എൻ്റെ അലമാരിയിൽ നിന്നും മാറ്റിവെച്ച കുറച്ച് ക്യാഷ് ഉണ്ടായി. 8,000 രൂപ. വേറെ ഒന്നിനുമല്ല, ഒരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങാനാണ് ഉണ്ടായിരുന്നു. ഇക്കാക്ക തന്നപ്പോൾ ആ പ്രശ്നം തീർന്നു. ഇതിപ്പോൾ ആ പാവത്തിന് കുറച്ച് ഡ്രസ്സ് എടുക്കാമല്ലോ. പതിവ് പോലെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. നേരെ കോളേജിൽ പോയി. എൻ്റെ ദേവു ടീച്ചറിൻ്റെ പീരിയഡിൽ ടീച്ചറെ നോക്കി ആസ്വദിച്ചു. വൈകുന്നേരം ഒരു ലേഡീസ് ഗാർമെൻറ്റിൽ കയറി. ദീദിക്ക് ചേരുന്ന 2 പർദ്ദ എടുത്തു. അതിന് മാച്ച് ചെയ്യുന്ന ഹിജാബും. ഒരു പർദ്ദ ബ്ലാക്കിൽ പിങ്കാണ്, ഒരെണ്ണം ഒരു കുങ്കുമ കളർ, പിന്നെ ഒരു 4 വീട്ടിൽ ഇടാൻ പറ്റിയ സൈസ് ചുരിദാർ. ഒരു ഊഹം വെച്ച് വാങ്ങിയാണ്. അളവ് കറക്റ്റ് അല്ലെങ്കിൽ ദീദി മാറ്റിക്കോട്ടെ. ഞാൻ അതുമായി നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആരും കാണാതെ കിറ്റെടുത്ത് എൻ്റെ റൂമിൽ വെച്ചു. രാത്രി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അടുക്കളയിൽ പോയി. അവിടെ പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലാണ് കക്ഷി. ഒരു യെല്ലോ ചുരിദാറാണ്, ലേശം പഴകിയിട്ടുണ്ട്. ദീദി, അല്ല എന്താ സാർ കിടന്നില്ലേ? ദീദി ഉറങ്ങാൻ പോണതിന് മുമ്പ് റൂമിലേക്കൊന്ന് വരണോട്ടാ. അത് പറഞ്ഞപ്പോൾ പിരികമുയർത്തി ദീദി എന്നെ നോക്കി. അപ്പോൾ ഞാൻ ദീദിയെ നോക്കി പറഞ്ഞു, ഒന്ന് വാ പെണ്ണുപിള്ളേ, സീരിയസ് ആണ്. സുമി, എന്താടാ, വല്ല ലൈനും കൊത്തിയോ നിന്നെ? അജു, അതിനുള്ള യോഗമൊന്നും എനിക്കില്ല. ഞാൻ മുഖം താഴ്ത്തിയാണ് പറഞ്ഞത്. ദീദി എൻ്റെ മുഖം താടിക്ക് പിടിച്ചുയർത്തി നനഞ്ഞ കൈ എൻ്റെ മുഖത്ത് കൊണ്ടപ്പോൾ വല്ലാത്തൊരനുഭൂതി. എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ എൻ്റെ കുഞ്ഞു ഇങ്ങനെ ഡെസ്പാകണേ? അത്യാവശ്യം ഭംഗിയൊക്കെ എൻ്റെ കുഞ്ഞുവിനുണ്ട്. എന്നെ സ്നേഹം കൂടുമ്പോൾ ഉമ്മി വിളിക്കുന്നതാണ്. ദീദി അത് കണ്ട് പഠിച്ചതാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. എൻ്റെ ഉള്ളിൽ ഇത് കൊണ്ടു കൊടുത്ത് ദീദിയെ വളയ്ക്കണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ പകുതി കാശും എൻ്റെ ദീദിപ്പെണ്ണിൻ്റെ ആണ്, ബാക്കി ഇക്കാക്കമാരും തന്നത്. പിന്നെ ഇത് കൊടുക്കുമ്പോൾ ദീദിയുടെ മുഖത്തെ സന്തോഷം കാണാൻ മാത്രമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദീദി കയറി വന്നു. കിടക്കാൻ പോണ പോക്കാണെന്ന് തോന്നുന്നു. ഷോൾ ഇട്ടിട്ടില്ല. മുടിയെല്ലാം അഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരിതൾ വകഞ്ഞ് മുഖത്തേക്ക് വീണു. ദീദി അത് വകഞ്ഞ് പുറകിലേക്കിട്ടപ്പോൾ ദീദിയുടെ കരിക്ക് ഒന്നും കൂടി തള്ളിയ പോലെ. കൈപൊക്കി മുടി കെട്ടിയപ്പോൾ ദീദിയുടെ കഴുത്തിൽ ആസാദിക്ക കെട്ടിയ മാലയും താലി ലോക്കറ്റും കാണാം. ഡാ, നീ എന്താ സ്വപ്നം കാണാണോ? ദീദിയുടെ വിളിയാണ് എന്നെ അതിൽ നിന്നും ഉണർത്തിയത്. ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കട്ടിലിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്താണ് സാറേ, എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ വിളിച്ചതാണോ നീ? ഇല്ല ദീദി, ഞാൻ വെറുതെ നോക്കിപ്പോയതാ. ദീദി ഒന്ന് കണ്ണടയ്ക്കോ? അതെന്തിനാടാ? എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണടയ്ക്ക് ദീദി. ഒന്ന് മൂളിക്കൊണ്ട് ദീദി കണ്ണടച്ചു. ഞാൻ മെല്ലെ അടിയിൽ വെച്ച കിറ്റെടുത്ത് ദീദിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇനി കണ്ണു തുറന്നു. ദീദി കണ്ണു തുറന്ന് കിറ്റ് നോക്കി. അതിലെ ഡ്രസ്സെല്ലാം കണ്ടു. എന്നെ നോക്കി. ഇതാർക്കാടാ? വേറെ ആർക്ക്? എൻ്റെ സുന്ദരി ദീദിക്ക്. അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എന്താ ഇത്? ഇങ്ങനെ കരയില്ലേ? ഇനി എൻ്റെ ദീദിക്കുട്ടി പഴയ ഡ്രസ്സ് ഇടരുത് കേട്ടോ. ദീദി എന്നെ നോക്കിക്കൊണ്ട് കിറ്റ് അവിടെ വെച്ചിട്ട് ഒരു കെട്ടിപ്പിടുത്തം.
ശരിക്കും എന്താ പറയുക, ഷോക്കടിച്ച പോലെയായി. മാത്രമല്ല എൻ്റെ മുഖത്ത് ഉമ്മകൾ തന്നു. ഇതിനു മുൻപും ഇങ്ങനെ സന്തോഷം വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്രാവശ്യം ആ സന്തോഷ ആലിംഗനത്തിൻ്റെ ശക്തി കൂടി. മെല്ലെ എൻ്റെ കൈകൾ വെച്ച് മിനുസമുള്ള മുടികളിൽ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു. ദീദിയെ ഞാൻ അടർത്തി മാറ്റി. നോക്കുമ്പോൾ ഇപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കൈകൊണ്ട് ദീദിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇനി കരയരുതെന്ന്. ദീദി എന്നെ നോക്കിക്കൊണ്ട്, 2 വർഷമായി എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി തന്നിട്ട്, അതുകൊണ്ട് കരഞ്ഞതാ. പെട്ടെന്ന് നീ ഇത് തന്നപ്പോൾ നിനക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നി. അയ്യേ എൻ്റെ സുമിക്കുട്ടി, ദീദിക്ക് എല്ലാവരും ഉണ്ട്. ദീദിയുടെ തോന്നലാണ്. പിന്നെ ഇക്കാക്ക് സമയം കുറവല്ലേ, അറിയാലോ, പണിത്തിരക്ക്, അതാവും. ദീദി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട്, കുഞ്ഞു ഞാൻ ഒന്നുകൂടെ നിന്നെ കെട്ടിപ്പിടിക്കട്ടെടാ പ്ലീസ്. അജു, ഇനിയും കരയാനാണോ? സുമി, ഇല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോണു. ഞാൻ ദീദിയുടെ കയ്യിൽ പിടിച്ചു അവിടെ ഇരുത്തി. പോകല്ലേ മാഷേ. എനിക്കെന്തോ ദീദി ഇങ്ങനെയൊക്കെ കൊഞ്ചന കാണുമ്പോൾ ഒരു കാമുകി കാമുകനോട് പറയുന്ന പോലെ. ദീദി അത് കേട്ട് കലിപ്പിട്ട് ഒരു നോട്ടവും എൻ്റെ തലക്കിട്ടൊരു കിഴുക്കും. ഇപ്പോൾ ശരിയായി. ഞാൻ ചിരിച്ചുപോയി. സുമി, ഞാൻ പോണു. അജു, ആണോ? എന്നാ ഇപ്പോൾ എനിക്കൊരു ഹഗ് താ. ദീദി, മനസ്സില്ല. അജു, വേണ്ട, ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്ക്. ദീദി, ഇവിടെ വെച്ചോ, എന്നിട്ട് വേണം നിൻ്റെ ഇക്കാക്ക് ഇതേത് കാമുകം തന്നതാടി എന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറാൻ. വെറുതെ ഇവിടെയും അങ്ങനെ പോലീസാക്കണോ? ദീദി അത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ദീദിക്കിത് ദീദിയുടെ അനിയൻ കാമുകൻ തന്നാണെന്ന് പറഞ്ഞു. ദീദി എന്നെ പിടിച്ചൊരു തള്ളു. നിന്നെ ഞാൻ ഉണ്ടല്ലോ. ഡ്രസ്സിൻ്റെ കിറ്റ് അവിടെ ഇട്ട് എൻ്റെ മേത്ത് കയറി കവച്ചിരുന്നു. ഇതിടയ്ക്ക് പതിവുള്ളതാണ്. തല്ലുപിടിക്കാൻ നേരം ഞാനും ദീദിയും വേറെ തരത്തിൽ അതിനെ എടുക്കാറില്ല. അങ്ങനെ ഇരുന്നു കൊണ്ട് എൻ്റെ കവിളിൽ അമർത്തി ഒരു കടി. സ്വർഗം കണ്ടുപോയി ഞാൻ. പാവം പുള്ളിക്കാരി തന്നെ. എന്നിട്ട് അതിൽ തടകിത്തരും. അതൊരു പ്രത്യേക ഫീലാണ്. ആ മൈലാഞ്ചി ഇട്ട കൈ കൊണ്ട് സോഫ്റ്റായി തടവുമ്പോൾ. അപ്പോൾ തന്നെ ഇറങ്ങി. പോകാൻ നേരം ഞാൻ ഒന്നും കൂടി വട്ടുപിടിപ്പിച്ചു. എനിക്കൊന്നും വേണ്ട ഈ കാമുകയെ. അയ്യോ ഡാഡാ. ദീദി ഒച്ചയിട്ടു. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ദീദി പോകാൻ നേരം വാതിലിൻ്റെ അവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ട് പോട്ടെ കുഞ്ഞു എന്നും പറഞ്ഞു പോയി. ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം. വിത്ത് ലവ്, അലീന.